ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് വ്ളോഗായിട്ട്, ന്യൂസായിട്ട്, ഷോർട്സായിട്ട് നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ മകൾ ദിയ കൃഷ്ണയെ കൃഷ്ണകുമാർ സാർ അവരുടെ ഫാമിലി റിലേറ്റഡ് ന്യൂസ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ കരുതി വേണ്ട, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനൊക്കെ ഇച്ചിരി സമയം എടുത്താലോ, സോ വ്ളോഗായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മിസോ ക്രോണിക്കിൾസ്. ഞാനാണെങ്കിൽ ഈ വീഡിയോ ചെയ്യാനിങ്ങനെ ഉദ്ദേശിച്ചതല്ല. അപ്പം കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ് ഷാനിമോൾ പറഞ്ഞു, ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതിൽ ചേച്ചി ദിയ കൃഷ്ണയുടെ കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. സോ ഐ തോട്ട് ഓക്കെ, ഐ വിൽ ഓൾസോ മേക്ക് എ വീഡിയോ. യൂട്യൂബിലൊക്കെ എപ്പോഴും യൂട്യൂബ് തുറന്ന ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന സംഭവം വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതല്ലേ ഇങ്ങനെ തട്ടിപ്പുകൾ, ഒരാളെ ജോലിക്ക് വെച്ചിട്ട് പൈസ, അങ്ങനെ ഒത്തിരി ന്യൂസ് ചാനലിൽ ഞാൻ റെഫർ ചെയ്തു. എല്ലാ ന്യൂസ് ചാനലിനും സ്പെഷ്യൽ താങ്ക്സ്. കാരണം നിങ്ങൾ പറഞ്ഞ ന്യൂസുകളിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. സോ താങ്ക്സ് മറുനാടൻ സാജൻ സാർ. പിന്നെ നമ്മുടെ ഈ വീഡിയോ തന്നെ ഒത്തിരി വ്ളോഗേഴ്സ് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് കമാൽ പാഷ സാർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ്, അങ്ങനെ ഒത്തിരി പ്രമുഖർ ഇവരെ പറ്റി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ഓക്കെ, ഞാനും ചെയ്യാം. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, അതും ഇങ്ങനെ പകൽ കൊള്ളാമെന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഏതൊരു മനുഷ്യന് കണ്ടാലും അത് മനസ്സിലാവും, ഈയിടെ നമ്മൾ ഇങ്ങനെ മനുഷ്യന്മാർ പറ്റിക്കാവോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കാണുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കുട്ടികൾ ഇങ്ങനെ മീഡിയയെ ഫേസ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ പറയുക. അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ബ്രേക്കിംഗ് ന്യൂസ്, വധശിക്ഷ ഭീഷണി, പിന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, ദിയയ്ക്കെതിരെ ജീവനക്കാർ കേസ് കൊടുത്തു. അപ്പം ഞാൻ കരുതി എന്താണ് ഇത് നടക്കുന്നത്. ദിയയുടെ ഓഫീസ് OBY OC എന്ന് പറഞ്ഞിട്ട് കവടിയാറിൽ വർക്ക് ചെയ്യുന്നൊരു ഓഫീസാണ്. അവിടുത്തെ ജീവനക്കാരാണ് ഈ 3 കുട്ടികൾ, ഈ കംപ്ലൈൻറ്റ് പറയുന്ന ഈ കുട്ടികൾ. ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുമായിരുന്നു ദിയയ്ക്ക് ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും അവർക്ക് ഡ്യൂട്ടിക്ക് പോയി വരാൻ പറ്റത്തില്ല, അവരുടെ ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. സോ അവർ ഫോൺ വിളിച്ച് മാനേജ് ചെയ്യുന്നു. പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ ക്യാമറ വെച്ചിട്ട് ക്യാമറ കൂടെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കെ ഈ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3-4 ദിവസം മുന്നെയാണ്. 3-4 ദിവസം മുന്നേ ഈ പ്രോബ്ലംസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഈ ദിയ കൃഷ്ണ ഒരു കേസ് കൊടുത്തു. അതിൻ്റെ ഒരു കൗണ്ടർ കേസായിട്ടാണ് ഈ 3 കുട്ടികളുടെ കേസ് വരുന്നത്. ദിയയുടെ കേസ് പോയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇങ്ങനെയാണ്: ദിയയുടെ OBY OC എന്ന് പറഞ്ഞ ഓഫീസിലെ QR കോഡ് മിസ്യൂസ് ചെയ്ത് അവിടുത്തെ ജീവനക്കാർ ഈ 3 കുട്ടികൾ പൈസ തട്ടിപ്പ് ചെയ്തു, 10-60 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് കംപ്ലൈൻറ്റ് പോയേക്കുന്നത്. അതിൻ്റെ ആയിരുന്നു കൗണ്ടർ കേസ് ഈ 3 കുട്ടികൾ കൊടുത്തത്. അങ്ങനെ ഈ ന്യൂസുകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ന്യൂസ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് നോക്കാം. വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും 66 ലക്ഷം രൂപ QR കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർ ഒളിവിൽ പോയതോടെ ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായില്ല. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ കേസായി മാത്രമാണ് നിലവിൽ പരിഗണിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല, അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ടാൽ ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ്? നിങ്ങളും ദിയ എന്നുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് ദിയയ്ക്ക് പുതിയൊരു സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നത്, അവരെ ഇനി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് ദിയയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ റിവെഞ്ച് തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓവർ ടൈം ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു, അതിലപ്പോൾ അടിച്ചമർത്തുന്ന ഒരു സമീപനം ഉണ്ടായി. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ, ദിയയ്ക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം, അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക, നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക, വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയുക? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും.
പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിച്ചത്. അവർ നിങ്ങൾക്ക് എതിരെ ഉന്നയിച്ച വലിയ ആരോപണങ്ങളാണ്, അതീവ ഗുരുതരമായ, നിയമപരമായി മുന്നോട്ട് പോകിയാൽ വലിയ തരത്തിലേക്കുള്ള ശിക്ഷ പോലും കിട്ടാവുന്ന ഒരു ആരോപണങ്ങളാണ്. അവർക്കും എതിരെ അങ്ങനെയാണ്. കാരണം നമ്മളെ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പോൾ 3 പെൺകുട്ടികളാണ് ഒരുപോലെ കൊല്ലാൻ വേണ്ടിയായിട്ട് കൊണ്ടുപോയത്. അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. അവർ ഞങ്ങളെ പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നെങ്കിൽ മരിച്ചോ, എൻ്റെ പൈസ ഇവിടെ എണ്ണി വെച്ചിട്ട് നീയൊക്കെ ചാവ്, അങ്ങനെയാണ് ദിയ പറഞ്ഞത്. നിന്നെയൊക്കെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഇങ്ങനത്തെ രീതിക്കാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഏതൊരു സാധാരണ ആൾക്കാരെ പോലെ നമ്മളും ഇത് വിശ്വസിച്ചു. ബിക്കോസ് ഷീസ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആ ഒരു കുട്ടി ഷീസ് വെരി കോൺഫിഡൻറ്റ്. എന്താ പറയുക, വളരെ ക്ലാരിറ്റിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയല്ലേ രാത്രി വിളിക്കുന്നു. സോ വിശ്വസിച്ചേ പറ്റും. എന്തൊരു കള്ളത്തരമാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇത്രയും മാസങ്ങളായി ദിയയെ പറ്റിച്ചുകൊണ്ടിരുന്നവരെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇത് മിടുക്ക് ദിയയുടെ സഹോദരി ഇഷാനിയുടേത് തന്നെയാണ്. ദിയയുടെ തൊട്ട് താഴെയുള്ള സഹോദരി ഇഷാനിയുടെ സുഹൃത്ത് ആ കടയിൽ ചെല്ലുകയും കടയിൽ ചെന്ന് അവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. സാധനങ്ങൾ വാങ്ങി അത് ദിയയുടെ സുഹൃത്താണ് എന്നറിയാതെയായിരുന്നു അവിടെയുള്ള ഇതേ 3 ലേഡീസ് ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്തത്. ഇതിനെ തുടർന്ന് തന്നെ ഇതിൽ സംസാരവും ഉണ്ടായി. എന്നാൽ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, അത് കംപ്ലൈന്റ് ആണ്, ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മതിയെന്ന് ഈ 3 പേർ പറയുകയും ചെയ്തു. തുടർന്ന് ദിയയുടെ സഹോദരി ഇഷാനിയുടെ സുഹൃത്ത് ഇവരുടെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ നൽകുകയും ചെയ്തു. സുഹൃത്ത് ഇത് സംശയത്തോടെ വന്ന് ഇഷാനിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇഷാനിയുടെ കൂട്ടുകാരി ഇഷാനിയുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തപ്പം അത് ഓട്ടോമാറ്റിക്കലി ഒരു ചേച്ചി എന്ന രീതിയിൽ ഇഷാനി വന്ന് നമ്മുടെ ദിയയുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടല്ലോ QR കോഡ് വേറെയാണല്ലോ കൊടുത്തത്, എൻ്റെ QR കോഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന്. അപ്പോഴാണ് ഈ ദിയ പോലും അറിയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇവരുടെ ഇങ്ങനെ പ്രശ്നങ്ങൾ അറിയുന്നത്. പിന്നെ അങ്ങനെ ദിയ ഇവരുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ പറഞ്ഞു അവരില്ല. അങ്ങനെ ദിയ പറയും എന്നാൽ ഞാനൊരു സ്റ്റോറി ഇടാൻ പോവാം ഇൻസ്റ്റ. കാരണം ഇവരെല്ലാവരും ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും ഇവരുടെ ഇൻസ്റ്റയുടെ സ്റ്റോറി അപ്പോൾ ഇറങ്ങുന്ന വീഡിയോസൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആണല്ലോ. സോ അങ്ങനെ ദിയ ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ടിടുന്നു. അപ്പോൾ ദിയക്ക് ഒത്തിരി കംപ്ലയിൻറ്റ് വരുന്നു, ഞങ്ങളിങ്ങനെ ചെയ്തു, ഇത്ര പേയ്മെൻറ്റ് ചെയ്തു, അത്ര പേയ്മെൻറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നാണ്. അപ്പോൾ ദിയ ഇവരുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുന്നു. അപ്പോൾ ഇവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവർ പറയുന്നില്ല ഞങ്ങൾ ചെയ്തില്ലെന്ന്, അവർ അക്സെപ്റ്റ് ചെയ്തു. ആദ്യം 1000, 500 എന്ന് പറയുന്നത്, പിന്നെ ഇത് കണക്കുകൾ വരുമ്പോൾ 6000, 60000, 5000 അങ്ങനെ പല റേറ്റുകളിൽ പലർക്കുമായിട്ട് ഇവർ പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ വേറൊരു QR കോഡ് വെച്ചിട്ട് പിന്നെ അവർ പൈസ തരാമെന്ന് പറയുന്നു. ന്യൂസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവർ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കുറച്ച് എമൗണ്ട് പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കുവാണ് ദിയക്ക്. അപ്പോൾ ദിയ എല്ലാം കൂടെ ദിയക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ദിയയുടെ ഫാമിലിയെ അറിയിക്കുന്നു. അങ്ങനെ ഫാമിലിയിലെ എല്ലാവരും വന്ന് അവരുടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് മാറി ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അഹാന ക്ലിയർ ആയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല ചോദിക്കുന്നത്. ഏതൊരു മനുഷ്യരും പറ്റിച്ചു എന്നറിയപ്പെടുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആൾറെഡി അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവർ ഫാമിലി എല്ലാവരും ആയതുകൊണ്ട് ഇവരെല്ലാവരും വീഡിയോ മാറി മാറി എടുക്കുന്നുണ്ടെന്ന് ആ വീഡിയോ പറയുന്നുണ്ട്. അവർ എല്ലാവരും വന്നു, എല്ലാവരും മാറി മാറി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ എടുത്ത വീഡിയോ ഇവർക്ക് ഉപകാരപ്പെട്ടതേ ഉള്ളൂ. ആരും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല. അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതും അഹാന വെള്ളം വേണമെന്ന് ചോദിച്ചു കൊടുക്കുന്നതും ഒക്കെ ഒരു ഭീഷണിയുടെ രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അതിൻ്റെ എല്ലാ വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യം. സോ ഒന്നും അവർക്ക് മറച്ചു വെക്കാനുള്ള അവരുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് അവർ ഓപ്പണായിട്ട് പറഞ്ഞു. ആക്ച്വലി ഇത് കൃഷ്ണകുമാറും ഫാമിലിയും അവർ പെൺകുട്ടികളല്ലേ, അങ്ങനെ ഒരു പ്രശ്നം വേണ്ട, ഇനിയാണെങ്കിലും മുന്നോട്ട് പോകേണ്ടതല്ലേ, ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതി അവർ ഒഴിവാക്കാൻ നിന്ന പ്രശ്നമാണ് ഈ 3 കുട്ടികളായിട്ട് കുത്തിപ്പൊക്കി ഈ ഇത്രയും വലിയ പ്രശ്നമാക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരും അറിയാതെ പോയേനെ. എന്തായാലും ഈ ഒരു 4-5 ദിവസം ദിയ, വീട്ടുകാർ, ആ കുട്ടികളാണെങ്കിലും ഒത്തിരി ബാഡ് സിറ്റുവേഷനാണ് എല്ലാവരും കടന്നു പോകുന്നത്. അവരുടെ കൂടെ നമ്മളും സഞ്ചരിക്കുമായിരുന്നു. എനിവേ ന്യായമായ ഒരു വിധി വരട്ടെ. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദിയ അങ്ങനെ ഷൗട്ട് ചെയ്തു, അങ്ങനെ ഇപ്പം ഈവൻ നമ്മളാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥാപനം തുടങ്ങി അതിലൊരു ജോലിക്കാർ വെച്ച് ആ ജോലിക്കാർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും ഇങ്ങനെ ഷൗട്ട് ചെയ്യും. ഞാൻ എന്തായാലും ഷൗട്ട് ചെയ്യും. സോ അതുപോലെ ദിയായും ചെയ്തുള്ളൂ. അല്ലാണ്ട് അവൾ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ജാതിയുടെ പേരിൽ അങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ്, അതിലൊരു വേർഡെങ്കിലും വരേണ്ടതാണ്. ജാതിയുടെ പേരിലൊന്നും ദിയ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ദിയ അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ല.
അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഷീ ഈസ് സോ കൂൾ. ദിയ മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവർക്കും അവർ പറയുന്നു പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡാണ് അവരെല്ലാവർക്കും. ആരും അങ്ങനെയൊന്നും തല കൊടുക്കാറില്ല. പിന്നെ എപ്പോഴേലും എന്തെങ്കിലും ഒരു കമൻറ്റിന് അവർ ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതല്ലാണ്ട് അവരിതും തലയെ പൊക്കി പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തികളെ അല്ല. അവർക്ക് അവരുടേതായ ബിസിയുണ്ട്. നമ്മളെ മറുനാടനിൽ സാജൻ സാറാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് സിന്ധു മാമിന് ഒരു ഫോൺ കോൾ ചെയ്തത് അവർ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസിൽ കൂടെ നമുക്ക് കേൾക്കാം. ദിയ ഷൗട്ട് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, ആരാണെങ്കിലും ഇച്ചിരി ടെമ്പർ വിട്ടുപോകും, അല്ലാണ്ട് ആ കുട്ടി ചീത്തയായിട്ടൊന്നും പറഞ്ഞില്ല. ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം ഈ കിട്ടിയിരിക്കുന്ന പണം അവർ എന്തു ചെയ്തു എന്നാണ്. ഇപ്പോൾ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം വെച്ച് ഒരാൾ വീട് വെച്ചെന്നും ഒരാൾ UK സഹോദരനെ വിട്ടെന്നും നിരവധി ബന്ധുക്കൾക്ക് പണം കൊടുത്തെന്നും സ്വർണ്ണപ്പണയുമൊക്കെ തിരിച്ചെടുത്തു എന്നുമൊക്കെയാണ്. അത് സ്ഥിരീകരിച്ചാൽ തട്ടിപ്പ് നടത്തി ആ പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചു എന്ന് വ്യക്തം. ദൈവത്തിന്റെ കയ്യൊപ്പ് അവിടെ വന്നു. അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞതല്ലേ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇവരിത് പുറത്തുവിട്ടത് ദിയാകൃഷ്ണ ചീത്ത വിളിച്ചു എന്ന് തെളിയിക്കാനാണ്. ആ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ദിയാകൃഷ്ണ എല്ലാവരും പഞ്ഞിക്കിടുമെന്ന് കരുതി. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് സമൂഹം എടുത്തത്. അതുകൊണ്ട് തന്നെ അവർ പുറത്തുവിട്ടത് അവർക്കുള്ള കുഴിയായി മാറി, തെളിവായി മാറി. ദേഷ്യപ്പെട്ട് പറഞ്ഞത് സത്യമായ കാര്യമാണ്, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ ഞാനാണെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകും. അല്ലാണ്ട് നമ്മളുടെ ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു, അത് അവർ ആ കുട്ടികളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അതിന് ദിയ റെസ്പോണ്ട് ചെയ്തു. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഞാൻ പേഴ്സണലി ദിയേനെ സപ്പോർട്ട് ചെയ്യുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെയും ഫാമിലിൻ്റെയും കൂടെ ഞാൻ നിൽക്കും. കാരണം ഇത്രയും തെളിവുകൾ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം അവരുടെ ഭാഗത്താണ് ന്യായം. ആ കൊണ്ടുപോയ പൈസ അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഗഡുക്കളായിട്ട് അവർ എത്രയൊക്കെ പൈസയാണോ അവരെടുക്കുന്ന അപഹരിച്ചെടുത്തേക്കുന്നത് അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. കാരണം അവർ മേ ബി ലോൺ എടുത്തിട്ടായിരിക്കും ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്, നമ്മളറിയില്ലല്ലോ. അവർക്ക് ബാക്കിലുള്ള ഒരു സ്റ്റോറി അവനവനെ അറിയത്തുള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനവൻ ഫേസ് ചെയ്യുന്ന കാര്യം അവനവനെ അറിയത്തുള്ളൂ. മേ ബി കാണുന്നവരായിരിക്കും, അവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടല്ലോ, അവർക്ക് ഈ കുട്ടികൾക്ക് കൊടുത്താൽ എന്താ, പോയത് പോട്ടെ, അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്ന നടത്തില്ല, നമ്മൾ നാളത്തേക്കും കൂടെ സ്വരുക്കൂട്ടിയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ കണ്ടവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തുണ്ട്. എന്തായാലും ലാസ്റ്റ് അപ്ഡേറ്റ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. 2 പേരുടെയും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, ന്യായമായ വിധി വരട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിധി വരട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം നമുക്ക് നോക്കാം എന്താവുന്നു. കാരണം ഈ വീട്ടുകാരും ആരും ഉപദ്രവിക്കുന്നത്, അവരുടെ ജീവിതം പോകുന്നു, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും ദിയയുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ദിയക്ക് വന്നതിന് പേഴ്സണലി എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. ഇതിലൊരു കാര്യം മാത്രം ഞാൻ പറയുന്നത്, നമ്മളൊരു മുതലാളി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി വിശ്വസിച്ചാണ് ഒരു ജോലിക്കാരെ വെക്കുന്നത്. ആ ജോലിക്കാരിങ്ങനെ നിധികേട് കാണിക്കുമ്പം നന്നായിട്ട് ചെയ്യുന്ന ജോലിക്കാർക്ക് പോലും ഇത് എഫക്റ്റ് ചെയ്യും. കാരണം മറ്റുള്ളവരും ചിന്തിക്കും, ദൈവമേ ഇനിയിപ്പം നമ്മുടെ സ്ഥാപനത്തിലുള്ള ആൾക്കാരും ഇങ്ങനെയാണോ. നമുക്ക് ആരുടെയും മനസ്സ് ചുഴ്ന്നു നോക്കാൻ പറ്റത്തില്ലെന്ന് ഈ ഒരു വാക്ക് നമുക്കത് മനസ്സിലാക്കാം. ആർക്കും ആരെയും ചുഴ്ന്നു നോക്കാൻ പറ്റില്ല. അറ്റ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നമ്മൾ ഇത്ര പ്രീതിപ്പെട്ടോടെ കണ്ടിരുന്ന ആൾക്കാരാണ് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വിധി, ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ദിയാക്ക് ഒരു ന്യായമായ വിധി വരട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ് ന്യൂസ് ക്രോണിക്കിൾസ്.